ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയമുള്ളവരെ, നൊയമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നൊയമ്പ് എന്നത് ഈശോയുടെ കുരിശാകുന്ന ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യനായ ദൈവം കടന്നുപോയ വഴികളിലൂടെ പാപികളായ നമ്മൾ കടന്നുപോക്കിനുള്ള ഒരു ശ്രമമാണ്. അത്രയൊന്നും നമുക്ക് സാധിക്കില്ല. എങ്കിൽ പോലും ഈശോയുടെ ഈ പീഠാനുഭവ ധ്യാനങ്ങളിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിന് അല്പം കൂടി തെളിച്ചു നൽകുന്നു. വിത്ത് റെസ്പെക്ട് ടു ജീസസ് ഐ ആം വെയർ. ഈശോയുമായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പോൾ, അവൻ്റെ ജീവിത പരിതസ്ഥിതികളുമായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ ഈ നൊയമ്പിൻ്റെ ദിവസങ്ങൾ നമുക്ക് പരിശ്രമിക്കാം. പണ്ട് കായനോട് ചോദിച്ച ചോദ്യം, ആ ചോദ്യം തന്നെയാണ് നമ്മളെ നോക്കി ആവർത്തിക്കുന്നത്. നീ എവിടെയാണ്? ഞാൻ ജീവിക്കുന്നത് ഏത് പരിതസ്ഥിതിയിലാണ്? രണ്ടാമത്തെ കാര്യമുണ്ട്, നിന്റെ സഹോദരൻ എവിടെയാണ്? നമ്മൾ ഒരു വെബ് ഓഫ് റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ വെബ് ഓഫ് റിലേഷൻഷിപ്പ് അത് നമ്മൾ സാവധാനം ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒറ്റയ്ക്കായി പോകുന്ന ഒരു ഫീലിംഗ്, ഒരുപക്ഷെ അത് ഡിപ്രഷനിലേക്ക് നമ്മളെ നയിച്ചേക്കാം. ആ ഡിപ്രഷനിൽ നിന്നും ജീവിതം അവസാനിപ്പിക്കണമെന്ന തോന്നലിലേക്ക് നമ്മളെ നയിച്ചേക്കാം. ഈ തോന്നലുകളെല്ലാം വരുമ്പോൾ ഇതിലൂടെ എല്ലാം കടന്നുപോയ കർത്താവിനെ ഒന്ന് ഓർത്ത്, കർത്താവെ, എനിക്കും വഴിതെറ്റിപ്പോയി, ഞാൻ നിൽക്കുന്നത് വഴിതെറ്റിപ്പോയി, എവിടേക്കാണ് സഞ്ചരിക്കേണ്ടത് എന്നറിയാത്ത ഒരു സ്ഥലത്താണ്. ആ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്നെ സഹായിക്കുന്നത്. അതാണ് ആദ്യത്തെ ചോദ്യം. നീ എവിടെയാണ്? നീ എവിടെയാണ് നിൽക്കുന്നേ? കൊലപാതകം കഴിഞ്ഞിട്ട് നീ എവിടെയാ പോയി ഒളിച്ചിരിക്കുന്നേ? സുവിശേഷം പറയുന്നുണ്ട്, സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകം കഴിഞ്ഞിട്ട് എവിടെയാ പോയി ഒളിച്ചിരിക്കുന്നത്? നമുക്ക് ചിന്തിക്കാം. രണ്ടാമത്തെ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. ദൈവമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തിൽ വളർച്ചയാണോ തളർച്ചയാണോ? ഈശോ നമ്മെ നോക്കി പറയുമായിരിക്കും, നിനക്ക് പണ്ടുണ്ടായിരുന്ന സ്നേഹമൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ പണ്ടുണ്ടായ സ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കാൻ മെറ്റനോയിയ എന്നാണ് പറയുന്നത്. യു-ടേൺ. എവിടെയാണോ, ഏതവസ്ഥയിലാണോ ആയിരിക്കുന്നത് അവിടെ നിന്ന് യു-ടേൺ എടുത്ത് ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ വരിക. അതിന് സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാധിക്കും. ദൈവം നമ്മെ കാത്തിരിക്കുന്നു, പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. സഹോദരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു, പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ആ ബന്ധങ്ങളിലേക്ക് തിരികെ വരുന്നത് നോക്കി ഇവരെല്ലാവരും കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന് ഒരു ഉത്തരം നമുക്ക് കൊടുക്കണ്ടേ? അതാകട്ടെ ഈ പ്രാവശ്യത്തെ നൊയമ്പ്. ഈ ഉത്തരം നമുക്ക് കണ്ടെത്താനും ആ ഉത്തരം മറ്റുള്ളവർക്ക് കൊടുക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.